ഈ കാണുന്ന സൂപ്പർ വീടാണ് നമുക്കൊന്ന് കൊടുക്കാനുള്ളത് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്കിൽ കടങ്ങോട് പഞ്ചായത്തിൽ സാമിപ്പടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ. ഇതായി നേരെ പോകുന്നത് അക്കിക്കാവ് റോഡാണ്. ഈ സാമിപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്ന് താണ്ടില്ലേ, ലെഫ്റ്റിലേക്ക് ഒരു റോഡ് പോകുന്നത് കണ്ടില്ലേ, ഈ റോഡിൽ നിന്ന് ഒരു 400 മീറ്ററാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം. കടങ്ങോട് വില്ലേജിലെ 4-ാം വാർഡ് വടക്കുമുറി ദേശം. മെയിൻ റോഡിൽ നിന്ന് 400 മീറ്റർ ഇതാണ് ഇപ്പോൾ വീട്ടിലേക്കുള്ള വഴി കേട്ടോ. ഇത് വീടിൻ്റെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു അതിർത്തി, ഇങ്ങനെ പാടത്തു നിന്ന് ഇങ്ങനെ വരുന്ന ഒരു അതിർത്തിയാണ്. നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് നല്ല രീതിയിലുള്ളൊരു തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് തോട്ടത്തിൽ കണ്ടില്ലേ, നല്ല കായ്ക്കുന്ന ചക്ക. ഈ ലെഫ്റ്റ് കാണുന്നതാണ് ഇതിൻ്റെ തോട്ടം കേട്ടോ. വീടിൻ്റെ മുൻവശത്ത് തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ വീട്ടിലേക്കുള്ള വഴിയാണ്. കുറച്ച് ദൂരം മൺ റോഡാണ്. 20 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ. 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഈ വീടിൻ്റെ നേരെ കണ്ടില്ല, മുൻവശത്താണ് ഇവർ ഒരു തോട്ടമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആടുമാടുകളൊക്കെ കയറാതിരിക്കാനാണ് കമ്പിവേലി കെട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. വെള്ള സൗകര്യത്തിന് ഇതാ നല്ലൊരു ബോർവെല്ലുണ്ട് കേട്ടോ. പിന്നെ തൊട്ടൊക്കെ കുളമുള്ള ഒരു ഏരിയയാണ്. ഇതാണ് വീടിൻ്റെ ഒരു സൈഡ്. ഇതാണ്ടോ, ഇത് കാർ ഷെഡാണ്. ഈ വീട്ടിൽ നിന്ന് തൃശ്ശൂർ ടൗണിലേക്ക് 24 കിലോമീറ്റർ, അതുപോലെ കുന്നംകുളം ടൗണിലേക്ക് 12 കിലോമീറ്റർ, വടക്കാഞ്ചേരി ടൗണിലേക്കും 12 കിലോമീറ്റർ. ഇത് അടുക്കളയുടെ പുറകുവശമാണ്. ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഗ്രില്ലൊക്കെ ഇട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. നേരെ കാണുന്നത് ഒരു വാഷ് ചെയ്യാനുള്ള കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കേട്ടോ. കണ്ടോ, ഫുള്ള് ഒരു സൈഡ് കംപ്ലീറ്റ് പാടാണ്. ഈ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടനെ ഒരു കുളമുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു വലിയൊരു സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിലെ തൂണുകളും ഒക്കെ കവർ ചെയ്തിരിക്കുന്ന ഒറിജിനൽ മരം കൊണ്ടാണ് കേട്ടോ. ഈ മെയിൻ ഡോറ് മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ 3 ലക്ഷം രൂപയാണ് ചിലവ്. അതുപോലെ ഒരുപാട് പേർക്ക് കണ്ടില്ലേ, വിശാലമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെ നല്ല കാറ്റാട്ടോ, കാരണം അപ്പുറത്ത് പാടശേഖരമാകൊണ്ടേ നല്ല കൂളിങ്ങുമാണ്, നല്ല കാറ്റുമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അതുപോലെ ഈ വീടിൻ്റെ ജനൽക്കമ്പികൾ പട്ട, കുറ്റി, കൊളുത്ത്, അതുപോലെ വിജാഗിരി ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. ഒന്ന് തുടച്ചാൽ മതി, തുരുമ്പ് വരുന്ന യാതൊരു വിഷയമില്ല. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ആ മെയിൻ ഡോറ് കടന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ലിവിങ് ഏരിയ. അത്യാവശ്യമൊക്കെ വലിപ്പമുള്ള നല്ലൊരു ഏരിയയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ അവർ സോഫ സെറ്റ് അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ തന്നെ ഒരു പ്രാർത്ഥനാമുറി ഉണ്ട്. ഇതാണ്ടില്ലേ, അതും മരം കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മരം കൊണ്ടുള്ള വർക്കുകളൊക്കെ മൊത്തം 1-ാം നമ്പർ തേക്കാണ് കേട്ടോ. അതുപോലെ ചുമര് മൊത്തം ഫുള്ള് വെട്ടുകല്ലാണ്. ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു ആർച്ചാണ്. ആർച്ച് കിടന്നു കഴിഞ്ഞാൽ അല്ലേ സ്റ്റെയർ കേസ്, 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്, ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇങ്ങനെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗത്തിന് പെടുത്താം, അല്ലെങ്കിൽ ഇവിടെ ഒരു കബോർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആക്കാം, അതിനൊക്കെ പറ്റിയൊരു ഏരിയ. ഈ സ്റ്റെയർ കേസിൻ്റെ വർക്ക് കണ്ടില്ലേ, ലക്ഷങ്ങളാണ് ഇതിന് ചിലവ്. ഫുള്ള് മരമാണ്, നല്ല കൊത്തുപണിയൊക്കെ ആയിട്ടാണ്, നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡൈനിങ് ഏരിയ പിന്നെ നല്ല വലിപ്പമാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇരിക്കാനും TV കാണാനൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് ഡൈനിങ് ഏരിയ. സ്റ്റെയർ കേസ് ഉള്ളിലായതുകൊണ്ട് നമുക്കിനി മുകളിലേക്കൊക്കെ എടുക്കണമെങ്കിൽ അതിനും പറ്റും. നമ്മുടെ ചാനലൊന്നും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. ഡൈനിങ് ടേബിളൊക്കെ കണ്ടില്ലേ, ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വലിപ്പമുള്ള ഒരു സ്പേസാണ്. അതിൻ്റെ തൊട്ട് തന്നെയാണ് അടുക്കള കേട്ടോ. അടുക്കളയും നല്ല വലിപ്പമുള്ള അടുക്കളയാണ്. അടുക്കളയിലെ ടൈൽസ് വേറൊരു മോഡലാണ്. അടുക്കളയിലെ സ്ലാബിൻ്റെ വർക്ക്, അടിയിലെ തട്ടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിലെ തട്ടിന് ഡോറ് മാത്രമേ ഇനി വെക്കാവുള്ളൂ കേട്ടോ. മുകളിൽ ഒരു സ്ലാബിൻ്റെ ഒരു റാക്ക് അത് വേറെയുണ്ട്. ഈ കിച്ചൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുമരിൽ മൊത്തം ടൈൽസാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ചുമരിൽ കണ്ടില്ല, ആ കിച്ചൺ റാക്ക് ഡിൻഡിൽ വാർപ്പ് വരെയും ഇതിൻ്റെ മൊത്തം ടൈൽസാണ്. അതുകൊണ്ട് കറ പിടിക്കൊന്നുമില്ല. പിടിച്ചാൽ തന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാൽ പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടും. ഇത് വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയയുടെയും ചുമര് മുഴുവൻ ടൈൽസാണ് ഇട്ടിട്ടുള്ളത്. വർക്ക് ഏരിയ അത്യാവശ്യം വലിപ്പമുണ്ട്. അതിലും സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വിറകടുപ്പ്, ആലുവ പുകയില്ലാത്ത അടുപ്പ്. ഈ വർക്ക് ഏരിയയിൽ നിന്ന് ഷീറ്റ് ഇട്ടിട്ട് ഒരു ഭാഗം കൂടെ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ അവർ വാഷിംഗ് മെഷീന്, പിന്നെ ഒരു വാഷ് ബേസിന് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഇതാ ഈ ലാസ്റ്റിലേക്ക് പോകുന്നത് ഇതാണോ, അത് നല്ലൊരു അമ്മിത്തറയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ ഒരു വെള്ളത്തിൻ്റെ ടാപ്പ് സൗകര്യത്തിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രില്ല് ഓപ്പൺ ഗ്രില്ലാണ്. അവിടുന്ന്
പുറത്തേക്കുള്ള കാഴ്ചയാണിത്. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വെറും 4 വർഷം മാത്രമേ ഈ വീട് വെച്ചിട്ട് ആയിട്ടുള്ളൂ കേട്ടോ. ഒറിജിനൽ പുഴമണലും വെട്ടുകല്ലുമാണ് ഇതിൻ്റെ കെട്ട്. ഇപ്പോഴത്തെ പോലെ എംസാൻ്റെ അല്ല, ഒറിജിനൽ പുഴമണൽ. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ്ങിലാണ് വീട് കെട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇതിലെ ഒരു ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. അതേപോലെ 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂമിൽ 2 എണ്ണം അറ്റാച്ച്ഡാണ്. ബെഡ്റൂമിലൊക്കെ നല്ല അലമാര ഉണ്ടല്ലോ, എത്ര അലമാര ഇട്ടാലും ബാക്കി സ്പേസ് നല്ല ഉണ്ട്. അലമാരയുടെ സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിലെ ബാത്റൂം. ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ ഇതിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇത് ഓണറിൻ്റെ നമ്പറാണ്, നേരിട്ട് വിളിക്കാം. വീട് ഉള്ളു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് വൈറ്റ് വാഷ് മാത്രം ചെയ്താൽ മതി. അത്ര ഇതിൽ ഒരു കുറവ് കാണാനുള്ളൂ. ബാക്കിയൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ വർക്ക് കേട്ടോ. ഇതാണ് ഇതിലെ രണ്ടാമത്തെ ബെഡ്റൂം. നമ്മളിപ്പോൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേമാതിരി നല്ല വലുപ്പമുണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് കേട്ടോ ഇത്. അതാണ് ഡ്രസ്സിൻ്റെ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതും അറ്റാച്ച്ഡ് തന്നെയാണ്. ബാത്റൂമുകളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല വൃത്തിയുള്ള ബാത്റൂമുകളാണ് കേട്ടോ. അതുപോലെ എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയയാണ്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നമ്മൾ വീണ്ടും ഇവിടെ ഒരു വാഷ് ബേസിൻ കണ്ണാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടാണ് ഇതിലെ മൂന്നാമത്തെ ബെഡ്റൂം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം പിന്നെ ബാത്റൂം ഇല്ലാത്ത കേട്ടോ. ഇത് പിന്നെ മറ്റ് ബെഡ്റൂം പോലെ അത്ര വലിപ്പമല്ല, എന്നാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ. സാമിപ്പടി ബസ് സ്റ്റോപ്പിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് തന്നെ മുസ്ലിം പള്ളി, മദ്രസ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ആവശ്യക്കാർക്ക് മുകളിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസ് ഉള്ളിലാണ്. സ്റ്റെയർ കേസിൻ്റെ വർക്കൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിലുള്ള മരം കൊണ്ടുള്ള വർക്കാണ്. ഇതിൽ കാണുന്ന ഈ 2000 സ്ക്വയർ ഫീറ്റ് വീടും 20 സെൻറ്റ് സ്ഥലവും ഇതിന് ഓണർ വില പറയുന്നത് 68 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ഏരിയയിൽ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്ത് 20 സെൻറ്റ് സ്ഥലമുണ്ട്. അതുപോലെ നല്ലൊരു തോട്ടമുണ്ട്. നല്ല കൂളിങ്ങും കാറ്റും ഒക്കെ കിട്ടുന്ന നല്ലൊരു റിച്ചായ നല്ലൊരു ഏരിയയാണ് കേട്ടോ അത്. അല്ല, അതാണ് മുൻവശത്തുള്ള തോട്ടം. ആവശ്യക്കാർ ഇതിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. ഇത് ഓണറിൻ്റെ നമ്പറാണ്. അത്യാവശ്യം നല്ല പാർക്കിങ്ങിന് മുറ്റവും ഒക്കെ ഉള്ള നല്ലൊരു വീടാട്ടോ. ആവശ്യമുള്ളവർ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.